ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാലയൊക്കെ അരച്ചുണ്ടാക്കുന്ന ഒരു പ്രോൺ റോസ്റ്റാണ്. നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ. ഒരു മിക്സി എടുത്തിട്ട് ഞാൻ അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 2 സ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 ഗാർലിക്കും, പിന്നെ 2 ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. സോ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ പേസ്റ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് പേസ്റ്റ് മാറ്റുകയാണ്. അതിനകത്തേക്ക് പേസ്റ്റ് ഫുൾ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർക്കണം. കുറച്ച് മിക്സി കഴുകി നമുക്ക് അതിൻ്റെ വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പ്രോൺസ് വേവിക്കാനുള്ളതാണ് ഈ വെള്ളത്തിൽ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ടൈഗർ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. നോർമൽ പ്രോൺസ് ആണെങ്കിലും നന്നായിട്ടുണ്ടാവും. ചെറിയ പ്രോൺസ് ആണെങ്കിലും നല്ലതായിരിക്കും. എന്നിട്ട് നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാം. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 15-20 മിനിറ്റൊക്കെ ആവും അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കിടന്ന് തിളയ്ക്കുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റുന്ന വരെ വേവിക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം പോയി മസാലയൊക്കെ അതിനകത്ത് പിടിച്ചു. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ രണ്ടാമത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പ്രോൺസ് നല്ല ബ്രൗൺ ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ വെളിച്ചെണ്ണയിലും എല്ലാത്തിലും മസാലയിലൊക്കെ കിടന്ന് നമ്മുടെ പ്രോൺസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയോ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡിഷിൻ്റെ കൂടെ സെർവ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.